സോ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായും ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതാണ് HTML, CSS, JavaScript. അപ്പോൾ ഈ HTML, CSS, JavaScript എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ അതറിയാനായി നമുക്കൊരു റിയൽ ടൈം എക്സാമ്പിൾ എടുക്കാം. HTML എന്ന് വെച്ചാൽ അതായത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനാണ് HTML യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറെ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ സ്ട്രക്ചർ? നമ്മളൊരു റിയൽ ടൈം എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ വീടിനൊരു സ്ട്രക്ചർ ഉണ്ട്. അതിന് മതിലുകളുണ്ട്, അതേപോലെ തന്നെ റൂഫ്, ഫ്ലോർ, കിച്ചൺ, അതേപോലെ ബാത്റൂം, ബെഡ്റൂം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചേർന്നാലാണ് അതിനെ നമ്മൾ വീട് എന്ന് വിളിക്കുക. അപ്പൊ വീടിനുള്ള സ്ട്രക്ചർ അതാണ്. അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെയും വരുന്നത്. അപ്പൊ HTML കൊണ്ട് വെബ്സൈറ്റിന് ഒരു സ്ട്രക്ചർ കൊടുക്കാൻ പറ്റും. HTML എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. മാർക്കപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രക്ചർ അല്ലെങ്കിൽ ലേ ഔട്ട്. അപ്പൊ എന്താണ് ഈ CSS? അപ്പൊ നമ്മൾ സെയിം എക്സാമ്പിൾ, അതായത് വീടിന്റെ അതേ എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ വീടിന് എന്തുണ്ടാവും? മതിലാവുമ്പോൾ അതിന് പെയിന്റിംഗ് ഒക്കെ ഉണ്ടാവും. ഫ്ലോർ ആണെങ്കിൽ അതിനൊരു ഡിസൈൻ ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ റൂഫ് ആണെങ്കിലും അതിനൊരു ഡിസൈൻ ഉണ്ടാവും, കളറിംഗ് ഉണ്ടാവും, പ്രോപ്പർ പെയിന്റിംഗ് ഒക്കെ ഉണ്ടാവും. വീട് ഒരു കംപ്ലീറ്റ് എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈൽ വേണം, അതായത് നല്ലൊരു കളറിംഗ്, നല്ലൊരു പെയിന്റിംഗ്, ഇങ്ങനെയൊക്കെ ഉണ്ടായാലാണ് ആ ഒരു വീട് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെയും വരുന്നത്. CSS എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിന് പ്രോപ്പറായ സ്റ്റൈലിംഗ് കൊടുക്കുക. ഫോൺസ് ആയാൽ ഫോണ്ടിന് ഒരു കളർ, ഫോണ്ട് സ്റ്റൈൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അതിന് പ്രോപ്പറായ സ്റ്റൈലിംഗ് കൊടുക്കുന്നതിനാണ് CSS യൂസ് ചെയ്യുന്നത്. ഇപ്പൊ CSS എന്ന് പറഞ്ഞാൽ കാസ്കാഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ്. ഒരു വെബ്സൈറ്റിന് വേണ്ട സ്റ്റൈലിംഗ് കൊടുക്കാനാണ് ഈ ഒരു CSS യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു വെബ്സൈറ്റിന് ഡൈനാമിക് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയർ ഡിസൈഡ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ബെഡ്റൂം ഉണ്ട്, അതിൽ ഫാൻ ഉണ്ട്, ഫാനിന് ഒരു സ്വിച്ച് ഉണ്ട് അല്ലെ. പക്ഷെ ഈ ഒരു സ്വിച്ച് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ഫാൻ കറങ്ങണം, അല്ലെങ്കിൽ വേറൊരു സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആവണം അല്ലെങ്കിൽ ഓഫ് ആവണം എന്നിങ്ങനെ ബിഹേവിയർ ഉണ്ട് അല്ലെ. ഒരു വെബ്സൈറ്റിൽ ഒരു ഡൈനാമിക് അല്ലെങ്കിൽ അതിന്റെ ബിഹേവിയർ ഡിസൈഡ് ചെയ്യുന്നത് അത് ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് ബട്ടൺസ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഡൗൺലോഡ് ആവണം, അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പോപ്പപ്പ് ഡിസ്പ്ലേ ആവണം എന്നിങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത് അത് ജാവാസ്ക്രിപ്റ്റ് ആണ്.